ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നും ഒരേ ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി തയ്യാറാക്കി കൊടുത്തു നോക്കൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചെറുപയർ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെറുപയർ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പച്ചരിയും കൂടിയാണ്. ഞാനിപ്പോൾ ഇഡ്ഡലി അരിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ ഇഡ്ഡലി അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി തന്നെ ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. ആ ഉലുവയും കൂടി ചേർക്കാം. ഇനി ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇനി അരിയും പയറൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഈ കഴുകിയെടുത്ത വെള്ളം നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് വീണ്ടും വെള്ളം നിറയ്ക്കാവുന്നതാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അതായത് നമ്മളിപ്പോൾ രാത്രിയിൽ അരിയും പയറും ഒക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ കുതിർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഒരു 5-6 മണിക്കൂർ നമ്മളിതൊന്ന് കുതിർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പയറെല്ലാം ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ പയറെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1-2 തവണ കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. 2 തവണ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുക്കുന്നതെങ്കിൽ 2 തവണയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളകും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ദോശ ബാറ്റർ എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ പയറും അരിയും എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ബോളിലേക്ക് ഇതൊന്ന് ചേർക്കാവുന്നതാണ്. ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ മാവ് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ മാവിനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കണം എന്നുള്ള ആവശ്യമില്ല. ഉടൻ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതല്ല ഇപ്പോൾ നമ്മുടെ മാവ് പുളിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചിട്ട് അങ്ങനെ പുളിപ്പിച്ചിട്ട് നമുക്ക് ദോശ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഉടൻ തന്നെ ഇത് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ദോശ. ഇനി നമ്മുടെ ഈ ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. എത്രത്തോളം വലിപ്പത്തിനുള്ള ദോശ വേണമോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്ന കേട്ടോ. ഇപ്പോൾ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിക്കായിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യോ എണ്ണോ എന്തെങ്കിലും ദോശയ്ക്ക് മുകളിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയം. ഒരു സൈഡ് മാത്രം നമ്മുടെ ഈ ദോശ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. 2 സൈഡ് മുരിച്ചെടുക്കണം നിർബന്ധമുള്ളവർക്ക് മുരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ സൈഡ് മാത്രം മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചുട്ടെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ലൊരു ടൊമാറ്റോ ചട്നിയോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലൊരു ദോശ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.